ആഗോള സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സ്വർണ്ണവില പുതിയ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി സ്വർണത്തിന് വിലയിൽ സമാനതകളില്ലാത്ത വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ആഗോള വിപണിയിൽ ഒരു ഔൺസ് സ്വർണത്തിന്റെ വില ആദ്യമായി $3840 കടന്നു. ഇത് സ്വർണ്ണ നിക്ഷേപകരെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലും വില കുതിച്ചുയർന്നു. 10 ഗ്രാം സ്വർണത്തിന് 1,17,800 രൂപയും പിന്നിട്ടു. ഈ വിലവർധനവ് സ്വർണത്തിൽ നേരത്തെ നിക്ഷേപിച്ചവർക്ക് ഏകദേശം 17% ലാഭം നൽകിയിട്ടുണ്ട്. എന്നാൽ ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിലവർധനവ് കടുത്തൊരു നിരാശയാണ് നൽകുന്നത്. ഈ സാഹചര്യം തുടരുമോ അതോ വില താഴേക്ക് വരുമോ എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും. ഈ ദീപാവലിക്ക് 10 ഗ്രാം സ്വർണത്തിന് 1,25,000 രൂപ കടക്കുമോ എന്നതാണ് നിലവിൽ സാമ്പത്തിക വിദഗ്ധരും നിക്ഷേപകരും പ്രധാനമായും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം. ഓഗസ്റ്റ് 20 മുതൽ വില ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഈ ലക്ഷ്യം സ്വർണം എളുപ്പത്തിൽ മറികടന്നേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേവലം 2 മാസത്തിനുള്ളിൽ സ്വർണ്ണവിലയിൽ 18,000 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇത് സമീപ ഭാവിയിലും വില ഉയരുമെന്ന സൂചന നൽകും. കണക്കുകൾ പരിശോധിച്ചാൽ ഓഗസ്റ്റ് 20-ന് 24 ക്യാരറ്റ് സ്വർണത്തിന് 10 ഗ്രാമിന് 10,150 രൂപയായിരുന്നു വില. ഇന്നിത് 1,18,640 രൂപയായി ഉയർന്നിരിക്കുന്നു. 50 ദിവസത്തിനുള്ളിൽ ഏകദേശം 18,500 രൂപയുടെ വർധനവാണ് ഇതിൽ ഉണ്ടായത്. സമാനമായി 22 ക്യാരറ്റ് സ്വർണത്തിന് ഇതേ കാലയളവിൽ 91,800 രൂപയിൽ നിന്ന് 1,08,750 രൂപയായി വർദ്ധിച്ചു. ഇത് 18% വർധനവാണ്. ആഗോളതലത്തിൽ സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. ആഗോള അസ്ഥിരത, വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, പ്രധാന കറൻസികളുടെ മൂല്യത്തകർച്ച എന്നിവയെല്ലാം നിക്ഷേപകരെ സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രതീക്ഷകളും ഡോളറിന്റെ മൂല്യം ദുർബലമാകുമെന്നും സ്വർണത്തിന്റെ ആകർഷണീയതയെ വർദ്ധിപ്പിക്കുന്നു. ഇത് സ്വർണത്തിൽ കൂടുതൽ നിക്ഷേപങ്ങൾ വരാൻ കാരണമായി. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ, സ്വർണ്ണക്കട്ടികൾ, നാണയങ്ങൾ എന്നിങ്ങനെ പല രൂപത്തിലുള്ള സ്വർണ്ണ നിക്ഷേപങ്ങളാണ് ഇപ്പോൾ ആളുകൾ വാങ്ങിക്കൂട്ടുന്നത്. വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും പരിമിതമായ വിതരണവും വിലവർധനവിന് ഒരു പ്രധാന കാരണമാണ്. പണപ്പെരുപ്പ് ഭയം നിലനിൽക്കുന്നതിനാൽ സ്വർണത്തെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി കണക്കാക്കുന്നത് തുടരുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. കേരളത്തിലും സ്വർണത്തിന് വില കുത്തനെ ഉയർന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഒരു പവൻ സ്വർണത്തിന് 10,480 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് 24 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന്റെ വില 11,869 രൂപയും 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന്റെ വില 10,880 രൂപയും 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 8,902 രൂപയുമാണ്. 22 ക്യാരറ്റ് 1 പവൻ നിലവിൽ 87,040 രൂപയാണ് വില. സെപ്റ്റംബർ 1-ന് 77,640 രൂപയായിരുന്നു വില. സെപ്റ്റംബർ 8 ആയതോടെ വില 79,880 സെപ്റ്റംബർ 9-നാണ് 1 പവൻ ആദ്യമായി 80,000 രൂപ കടന്നത്. സെപ്റ്റംബർ 15 വരെ വില 81,000 തുടർന്നു. സെപ്റ്റംബർ 16-ന് 82,080 ആയി ഉയർന്നു. സെപ്റ്റംബർ 23-ന് ആദ്യമായി വില 83,840 തൊട്ടടുത്ത ദിവസം സ്വർണ്ണവില 84,600 സെപ്റ്റംബർ 28-ന് 85,360 രൂപയിലേക്കും. സെപ്റ്റംബർ 30-ന് 1 പവന് 86,120 രൂപയിലേക്കും സ്വർണം കുതിച്ചുയർന്നു. ഒരു മാസത്തിനുള്ളിൽ ഇത്രയും വലിയ വിലവർധനവ് സമീപകാലത്ത് കേരളം കണ്ടിട്ടില്ല. ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് വിദഗ്ധരുടെ പ്രവചനങ്ങൾ ശുഭസൂചന നൽകുന്നില്ല. ഈ വർഷം അവസാനത്തോടെ അന്താരാഷ്ട്ര വില $3,800 കടക്കുമെന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പ്രവചനങ്ങൾ. എന്നാൽ ഇതിനു മുമ്പേ ഈ സംഖ്യ മറികടന്നതോടെ വൈകാതെ തന്നെ സ്വർണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ $4,000 കടന്നേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെ സ്വർണ്ണവില സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിൽ സ്വർണ്ണവില 1,00,000 രൂപ കടക്കും. ഇത് നിക്ഷേപകർക്ക് വലിയ നേട്ടമുണ്ടാക്കുമെങ്കിലും സാധാരണക്കാർക്ക് ആഭരണങ്ങൾ വാങ്ങുന്നത് കൂടുതൽ പ്രയാസകരമാകും. സ്വർണ്ണ വിപണിയിലെ ഈ മാറ്റങ്ങൾ സാമ്പത്തിക മേഖലയിൽ വലിയ ചലനങ്ങളും സൃഷ്ടിക്കും.
സ്വർണ്ണവിപണിയിലെ ഈ മാറ്റങ്ങൾ സാമ്പത്തിക മേഖലകളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നും സർക്കാരുകൾക്ക് സാമ്പത്തിക നയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ കൂടുതൽ മോശമാവുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില ഇനിയും ഉയരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. ഇത് സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആകർഷകമാക്കും.